സുഹൃത്തുക്കളെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഇന്നലെ എനിക്ക് ലഭിച്ച ഒരു ഫോൺ കോൾ വളരെയധികം എന്നെ ചിന്തിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ വിഷയവും അതിനെപ്പറ്റിയുള്ള എൻ്റെ ചിന്തകളും ഹ്രസ്വമായി നിങ്ങളുമായി ഞാൻ പങ്കിടുകയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് ആത്മീയ സത്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് എന്ന ഒരു അറിവുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത അവസ്ഥ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി. നിർഭാഗ്യവശാൽ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയുന്നില്ല. കാര്യമായ വ്യത്യാസമുണ്ടായി. അത് വിശ്വാസപരമായ കാര്യമാണ് എന്ന് മാത്രം ഞാൻ പറയാം. കാരണം അങ്ങനെ ഭാര്യാഭർത്തൃബന്ധത്തിൽ വലിയ കാര്യമായ പ്രശ്നമുണ്ടായെന്ന് പറയുമ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതിനൊറ്റ വിവക്ഷയേ ഉള്ളൂ, അത് ലൈംഗികമാണ് എന്നാൽ അങ്ങനെയല്ല. അപ്പോൾ ഒരുമിച്ച് താമസിക്കാൻ വയ്യ എന്ന ഒരു സ്ഥിതിയിൽ ആദ്യം ഭാര്യയും പിന്നെ ഭർത്താവും ആയിത്തീർന്നു. അങ്ങനെ അദ്ദേഹം അവർ വസിച്ചിരുന്ന സ്ഥലം വിട്ട് അമേരിക്കയിൽ വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേകമായ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അത് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. തൻ്റെ അവസ്ഥ, തൻ്റെ ഏകാന്തത, ഒരു വിധത്തിലും തൻ്റെ വിവാഹം അത് കൂടെ താമസിക്കുവാൻ ഭാര്യ തയ്യാറാകുന്നില്ല എന്ന സാഹചര്യത്തിൽ ഏകാന്തതയിൽ കഴിയുന്നത് പ്രയാസമാണ് എന്നതുകൊണ്ട് താൻ എന്തു ചെയ്യണം, ജീവിതത്തിൽ മറ്റൊരാരംഭം ഉണ്ടായാൽ കൊള്ളാമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സഭയുടെ ചുമതലയുള്ള 3-4 പേരെ വിളിച്ചിരുത്തി അവരോട് തൻ്റെ അവസ്ഥയും അനുഭവവും പറഞ്ഞു. ഇത് പറഞ്ഞ കാര്യം സത്യമാണോ അല്ലയോ എന്ന് ഭാര്യയോട് അന്വേഷിച്ച് മനസ്സിലാക്കത്തക്കവണ്ണം അവരുടെ മുമ്പിൽ വെച്ച് ഭാര്യയെ വിളിക്കുകയും സംസാരിക്കുകയും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അവർക്ക് പൂർണ്ണമായും മനസ്സിലായി ഈ ഒരു ബന്ധം പൂർണ്ണമായും തകർന്നതാണ്. ഇതിനെ പുനഃസ്ഥാപിക്കാൻ പ്രയാസമാണ്, ഒരു പക്ഷേ സാധ്യമാകുകയുമില്ല. പ്രത്യേകിച്ച് ഭാര്യ അപ്രകാരം കട്ടായം പറയുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുക എന്നത് മാത്രമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന സാധ്യത എന്നതിന് എല്ലാവർക്കും ആകുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം ചോദിച്ചു, എനിക്ക് വിവാഹമോചനം പ്രാപിച്ച് മറ്റൊരു വിവാഹം കഴിക്കുവാൻ താല്പര്യമുണ്ട്. കാരണം ഞാൻ ഇപ്പോഴും യുവാവാണ്, എനിക്ക് തനിച്ച് ജീവിക്കാൻ പ്രയാസമാണ്, ഏകാന്തത എന്നെ നന്നേ അലട്ടുന്നുണ്ട്, അത് ചെയ്യുന്നത് വിഹിതമോ? അവർ പറഞ്ഞു, അയ്യോ, അത് ഞങ്ങളുടെ വിശ്വാസത്തിന് പറ്റിയതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുത്തൻ ജീവിതകാലം മുഴുവനും ഒറ്റ വിവാഹം മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് ഏകനായി കഴിയുന്നതാണ് നല്ലത്. അങ്ങനെ കഴിയാൻ വയ്യെങ്കിൽ നിങ്ങൾ ഇവിടെ വിട്ട് വേറെ എവിടെയെങ്കിലും പോയിക്കോണം എന്ന് പറഞ്ഞു. ഇതെന്നെ നന്നേ ചിന്തിപ്പിച്ചു. ഒരു വ്യക്തിയുടെ അവസ്ഥ ഒരു വശത്ത്, ആത്മീയമെന്ന് പറയുന്ന ഒരു മതസംവിധാനത്തിൻ്റെ ചട്ടക്കൂട് മറ്റൊരു വശത്ത്, വ്യക്തി സിസ്റ്റം, വ്യക്തി സംഘടന അല്ലെ വ്യക്തി സ്ഥാപനം, ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി ചിന്തിക്കുവാൻ ഉപകരിക്കും. അതാ വ്യക്തിയുടെ സ്ഥാപനം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഈ വ്യക്തിയുടെ തിയറി പറയുമ്പോൾ ഈ സ്ഥാപനം നിൽക്കുന്നത് ഈ വ്യക്തിയുടെ ഗുണത്തിന് വേണ്ടിയാണ്. അല്ലാതെ ഒരു സഭയും ഒരു പാരാ ചർച്ചും ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റും പറയത്തില്ല. എന്തിനാണ് ഞങ്ങൾ നിൽക്കുന്നത്? വ്യക്തികളുടെ ഗുണത്തിന് വേണ്ടിയാണ്, ആളുകൾ മേയ്ക്കാൻ എന്ന് പറയത്തില്ല. പക്ഷേ സത്യം എന്താണ്? ഈ വ്യക്തിയുടെ അനുഭവം എന്താണെന്നോ, അവൻ്റെ അരിഷ്ടത എന്താണെന്നോ, പ്രയാസം എന്താണെന്നോ, അവൻ്റെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്തായിരിക്കണമെന്നോ, അവൻ്റെ ആവശ്യം എന്താണെന്നോ ഒന്നും ഒരു വിധത്തിലും ചിന്തിക്കത്തില്ല. ഇവിടുത്തെ ചിന്ത എന്താണ്? ഞങ്ങളുടെ ചട്ടക്കൂട് എങ്ങനെ അതുപോലെ പിടിച്ചു നിർത്താം,
അതിനുവേണ്ടി നീ ആവശ്യം പോലെ കഷ്ടം സഹിച്ചു. നീ അരിഷ്ടത, നീ ഒരു നെരിപ്പോടായി അടുത്ത 40 വർഷം ജീവിച്ചു. അതാണ് ഞങ്ങൾക്ക് നല്ലത്. നീ കഷ്ടപ്പെടുന്നതോടുകൂടെ, നീ നരകത്തിൽ വസിക്കുന്നതോടുകൂടെ ഞങ്ങളുടെ മേന്മ കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ഞങ്ങൾ പറയുന്നതെല്ലാം അതുപോലെ ഇതാ ഒരു മനുഷ്യൻ ജീവിതത്തിൽ നരകം അനുഭവിച്ചുകൊണ്ട് ഇത് അനുസരിക്കുമ്പോൾ ഇതിൻ്റെ വില എന്താണ്? ഞാൻ ആ മർമ്മം നിങ്ങളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സ്ഥാപനം അതിന് വലിയ മാഹാത്മ്യവും ശക്തിയും അധികാരവും ഉണ്ട് എന്ന് ലോകം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇതിൻ്റെ തത്വങ്ങൾ, ഇതിൻ്റെ നിബന്ധനകൾ വ്യക്തികൾ വലിയ വില കൊടുത്ത് അനുസരിക്കുമ്പോഴാണ് ഇതൊരു വലിയ സംഭവമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കണം. ഈ ഒരു തത്വം മനസ്സിലാക്കണം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? യേശുവിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെടുന്ന ഈ സംഘടനകൾ അതിൻ്റെ നിയമപരമായ ആ ചട്ടക്കൂട് ഒരു ഒരു സ്റ്റീൽ കേജായിട്ട് മാറ്റുന്നു. അതിനല്പം പോലും ഇടത്തോട്ടോ വലത്തോട്ടോ പോകത്തില്ല. നിൻ്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, നീ നെരിപ്പോട് പോലെ പുകഞ്ഞ് 40 വർഷം നശിച്ചു പോട്ടെ, പ്രശ്നമില്ല. പക്ഷേ ഇതിനൊരു കോട്ടവും വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഞങ്ങളുടെ നിലനിൽപ്പ് ഇതിലാണ്, ഞങ്ങളുടെ അധികാരം, ഞങ്ങളുടെ വരുമാനം ഇതിലാണ്. ഇങ്ങനെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ ഈ സമയത്ത് പറയട്ടെ. ഞാനിവിടെ ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിൻ്റെ അംഗമായിരുന്നു. അപ്പോൾ എൻ്റെ ഇളയ മകളുടെ കല്യാണം. ഇത് പറയുമ്പോൾ അവൾ എന്നോട് എൻ്റെ മോൾ എന്നോട് പ്രയാസപ്പെടത്തില്ലെന്ന് ഞാൻ വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇവിടുത്തെ അംഗമായതുകൊണ്ട്, ഞാൻ അന്ന് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലാണ്. അപ്പോൾ ഇവിടെ മുറയ്ക്ക് എനിക്ക് വരാൻ സാധ്യമല്ല ഞായറാഴ്ച. അപ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ, പണ്ടത്തെ നിയമങ്ങൾ എനിക്കറിയാമായിരുന്നു. ഇപ്പോൾ വിവാഹം ഉറച്ചു. എന്താ പറയുന്നത്, അങ്കമാലിയിലുള്ള ഒരു യാക്കോബ സഭയിലെ അംഗമാണ്. അപ്പോൾ ഇവിടെ വിളിച്ചു ചൊല്ലണം. ഞാൻ അച്ഛനെ കണ്ട് തൊഴുതാ, ഇങ്ങനൊരു കാര്യമുണ്ട്, സഹായിക്കണം. അപ്പോൾ സീബായ് തോമസ് എന്ന് പറയുന്നൊരു വലിയ പോപ്പിനേക്കാൾ വലിയൊരു അച്ഛനാണ് അവിടെ. അപ്പോൾ ഞാൻ വേണ്ട ബഹുമാനമൊക്കെ കൊടുത്ത് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ചോദിച്ചു, ഏത് ദിവസമാണ് കല്യാണം? ഞാൻ പറഞ്ഞു, ഞായറാഴ്ചയാണ്. അത് സാധ്യമല്ല, അത് വിളിച്ചു കൊല്ലാനും സാധ്യമല്ല, ഞായറാഴ്ച കല്യാണം നടത്താനും സാധ്യമല്ല, സഭ സഹകരിക്കത്തില്ല. ഞാൻ ചോദിച്ചു, എന്താ അത്? അങ്ങനൊരു പ്രശ്നം നമുക്കില്ലായിരുന്നു. അത് തിരുമേനിയുടെ കൽപ്പനയുണ്ട്. ഞാൻ പറഞ്ഞു, തിരുമേനിയുടെ കൽപ്പന ഡയസസൻ കൗൺസിൽ പാസ്സാക്കിയ നിയമം അനുസരിച്ചാണോ? അല്ല, തിരുമേനിയുടെ കൽപ്പന, തിരുമേനി അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിനു വേണ്ടി പറയുന്നത് ഞായറാഴ്ച വിളിച്ചു ചെല്ലരുതെന്ന് മാത്രമല്ല, അങ്ങനെ കല്യാണം നടത്തുന്ന ഒരു സഭ ഒരു വീട് സന്ദർശിക്കുകയോ അവിടുത്തെ വരനോ വധുവിനു വേണ്ടി പ്രാർത്ഥിക്കുക പോലും വരുത്. പൂർണ്ണ നിസ്സഹരണം. ആ പള്ളിയിലുള്ള ഒരു വ്യക്തി പോലും എന്നോട് സഹകരിക്കരുത്. കംപ്ലീറ്റ് ബോയ്ക്കോട്ട് ആയിരിക്കണം. അങ്ങനെ തന്നെ അനുസരിച്ചു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ അവസ്ഥ എന്താണ്. ഞാനൊരു പിതാവാണ്. എൻ്റെ എനിക്ക് 2 മക്കളേ ഉള്ളൂ. എൻ്റെ 2ാമത്തെ മകളുടെ കല്യാണമാണ്. ഞാൻ പ്രതീക്ഷയോടുകൂടെ എൻ്റെ സഭയിൽ ചെന്നാണ്. അപ്പോൾ നിയമമെന്ന് പറയുന്ന ആ കൊട്ടുപടി കൊണ്ട് ഒറ്റ അടി പാവപ്പെട്ടവൻ്റെ കഷൻ്റെ തലയിൽ. ഇതാണ് പരിപാടി. മനുഷ്യൻ ഇവിടെ പ്രസക്തമാണ്. യേശു പറഞ്ഞു, മതം മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ മതത്തിന് വേണ്ടിയല്ല. മനുഷ്യർക്ക് വേണ്ടി മരിക്കാനാണ് യേശു വന്നത്, മതത്തിന് വേണ്ടി മരിക്കാൻ വന്നതല്ല. അല്ലേ? സകല മനുഷ്യരുടെയും പ്രത്യാശയാണ് യേശു. അല്ലാതെ മതത്തിൻ്റെ ചട്ടക്കൂട് പണിയാനുള്ള ആശാരിയായിട്ടല്ല വന്നത്. പക്ഷേ നാം എന്താണ്? അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. വ്യക്തികൾ വളരണമെന്നോ അവർക്ക് നന്മ വരണമെന്നോ വേണ്ട, അവരുടെ അരിഷ്ടതയിൽ അവരോട് സഹകരിക്കണമെന്നോ ഉള്ള ഒരു പരിഗണന ഇന്ന് ഒരു സഭയിലും ഒരു പാരാ ചർച്ചിലും ഒരു സഭാ മൂവ്മെൻറ്റിലുമില്ല. എല്ലാം അതിനുവേണ്ടി മാത്രം, ഈ ചട്ടക്കൂട് അതിനുവേണ്ടി മാത്രം നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെയും വിഗ്രഹാരാധനയാണ്. സഭ ഒരു വിഗ്രഹമാണ്. നാം ആരാധിക്കുന്ന ദൈവത്തെ അല്ല, സഭ എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെയാണ്. നാം സഭാഭക്തരാണ്, ദൈവഭക്തിയുള്ളവരല്ല. ഇത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ,
യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും അധികം പ്രാധാന്യം നാം കൽപ്പിക്കേണ്ടത്, അവിടുന്ന് കൽപ്പിച്ചത്, യേശു കൽപ്പിച്ചത് ജീവൻ എന്ന ഒരു ആശയത്തിലാണ്. ജീവൻ, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും. സമൃദ്ധമായ ജീവിതം ഉണ്ടാകണമെന്നല്ല പറഞ്ഞേ, ജീവൻ, ലൈഫ്. ഇംഗ്ലീഷിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്, ജീവനെന്നും ജീവിതമെന്നും. അതിന് ഒറ്റ വാക്കേ ഉള്ളൂ അവിടെ. എന്നാൽ മലയാളത്തിൽ രണ്ടുണ്ട്, ജീവനെന്നും ജീവിതമെന്നുമുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ വേ ഓഫ് ലൈഫ് എന്നാക്കും. അപ്പോൾ നമുക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനാണ്. ഈ സമൃദ്ധമായ ജീവൻ ഉണ്ടാകത്തക്കവണ്ണം സഭകൾ എന്താണ് നൽകുന്നത്, സഭാ ജീവിതത്തിൽ എന്താണ് ഉള്ളത്? ഞാനത് വിമർശിക്കാൻ പറയുന്നതല്ല, ഞാനിത് പറയുന്നത് സഭാ ജീവിതവും സഭയും വ്യക്തി ജീവിതവും തമ്മിലുള്ള ബന്ധത്തെ നാം കുറച്ചുകൂടെ ഉത്തരവാദിത്വ ബോധത്തോടെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിഗണിക്കുകയും അത് മെച്ചപ്പെടുത്തുകയും ചെയ്യണം. സഭ എന്ന ആശയം നാം ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ലോകം മാറി, ജീവിത അവസ്ഥകൾ മാറി, മനുഷ്യരുടെ പ്രശ്നങ്ങൾ മാറി. എന്നാൽ ആ ഒരു ചട്ടക്കൂട്, അതിൻ്റെ ചില പ്രക്രിയകൾ, ആചാരങ്ങൾ അതുപോലെ തുടർന്നുകൊണ്ട് പോവുകയാണ്. ഇത് വാസ്തവത്തിൽ ഒരു തരത്തിലുള്ള കിറുക്കാണ്, വട്ടാണ്. കാരണം പ്രസക്തിയില്ലാത്ത പ്രക്രിയകൾ ആവർത്തിക്കുന്നത്. നിങ്ങളൊരു ഭ്രാന്തനെ നോക്കിയാൽ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ BH ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങോട്ട് നടന്നാണ് പോകുന്നത്. 2-3 കിലോമീറ്റർ നടക്കണം. നല്ല അനുഭവമാണത്, വ്യായാമമുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പോർട്സിൽ എടുക്കണമായിരുന്നു. അപ്പോൾ നടന്നു പോകുമ്പോൾ അവിടെ റെയിൽവേ ക്രോസിങ്ങിൽ ഒരു ഓവർ ബ്രിഡ്ജുണ്ട്. അവിടെ എപ്പോഴും ഒരു ഭ്രാന്തൻ ജോൺ കാണും. ഭ്രാന്തൻ ജോൺ എപ്പോഴും തന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അർത്ഥമില്ലാതെ സംസാരിക്കുക, അത് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. 10 വർഷം ഞാൻ ജോണിനെ കണ്ടു, 10 വർഷം ഒരേ വാക്ക് അതുപോലെ. ഇപ്പോൾ പെന്തക്കോസ്തുകാർ മറുഭാഷ പറയുന്ന പോലെ തന്നെയാണ് ഭ്രാന്തൻ ജോൺ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ പറഞ്ഞത് എന്താണെന്ന് അവൻ അറിഞ്ഞുകൂടാ, പക്ഷെ അത് തന്നെ ആവർത്തിച്ച്. പക്ഷേ മറുഭാഷയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഭ്രാന്തൻ ജോണിൻ്റെ സംസാരം വളരെ നമുക്ക് സഹിക്കാവുന്നതാണ്. കാരണം അലറുകയില്ല, അദ്ദേഹം പിറുപിറുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. എന്നാൽ കുറച്ചടുത്ത് നമുക്ക് കേൾക്കാം എന്താണ് പറയുന്നത്. അപ്പോൾ 10 വർഷത്തിൽ അതേ വാക്ക്, അതേ സെൻറ്റൻസ്, അതേ ടോൺ, അതുപോലെയാണ് പറയുന്നത്. അതാണ് ഭ്രാന്തിൻ്റെ ലക്ഷണം. പക്ഷെ മതത്തിലാകുമ്പോൾ അത് ഭ്രാന്തല്ല, അതാണ് വലിയ ഗുട്ടൻസ് ആണെന്ന് നമ്മൾ വിചാരിക്കും. ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് വളരണം, നമ്മുടെ വ്യക്തിത്വം വളരണം. ഇതാണ്, അല്ലെങ്കിൽ നമ്മളിലുള്ള ജീവൻ്റെ മാഹാത്മ്യം, അതിൻ്റെ വെളിച്ചം ഏറ്റവും മഹനീയമായി വളരുകയും അതിൻ്റെ ആ യാഥാർത്ഥ്യം ലോകം അതിൽ സന്തോഷിക്കുകയും അതുകൊണ്ട് ഗുണഫലം ഉണ്ടാകുകയും ചെയ്യും. ഇതാണ് യേശുവിൻ്റെ ദർശനം. ആ ദർശനത്തിനെ ഉൾക്കൊള്ളുവാൻ സഭകൾക്ക് കഴിയുന്നില്ല. കാരണം സഭകൾ അവയെല്ലാം തന്നെ അവർക്ക് വേണ്ടി നിൽക്കുന്നതാണ്. അതിന് നിങ്ങൾ സഹായം ചെയ്യണം. അപ്പോൾ ഇതൊരു വൺ വേ ട്രാഫിക്കാണ്. നിങ്ങൾക്കാണ്ട് തിരിച്ച് കിട്ടുമെന്നൊക്കെ പറയും. ഉദാഹരണമായിട്ട് മകൻ പേർഷ്യ പോകുമ്പോൾ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ മകൾ പ്രസവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അച്ഛനൊന്ന് പ്രാർത്ഥിക്കും. അച്ഛൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് മകൾ സുഖമായിട്ട് പ്രസവിച്ചതെന്ന് ആൾ വിശ്വസിക്കുകയും ചെയ്യും. പിന്നെ കുഴിച്ചിടാനായിട്ട് വന്ന ചില കാര്യങ്ങളൊക്കെ ശുശ്രൂഷാന്ന് പറയും. ഇതിനപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തോട് ബന്ധമുള്ള, ജീവന് മേന്മ വരുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം. ഞാനിത് പറയുന്നത് ഒരു ദോഷൈക ദൃക്കായിട്ടല്ല. ഞാൻ പറയുന്നത് നമ്മുടെ സഭാ ജീവിതത്തിൽ അത്ഭുതകരമായ, അഭികാമ്യമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. മനുഷ്യ ജീവിതത്തോട് പ്രതികരിക്കാവുന്ന, ആത്മീയമായ പ്രബുദ്ധതയുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സഭാ ജീവിതം സൃഷ്ടിക്കാൻ കഴിയും. യേശുവിൻ്റെ വെളിച്ചം ഉൾക്കൊള്ളുന്ന. എന്താണ് ഒരു സഭയുടെ പ്രധാനപ്പെട്ട, യേശുവിനെ സ്നേഹിക്കുകയും യേശുവിനെ യഥാർത്ഥത്തിൽ ആരാധിക്കുകയും ചെയ്തൊരു സഭയുടെ മുഖമുദ്ര എന്താണ്? അതിലുള്ള അംഗങ്ങൾ നിരന്തരമായി വളർന്നുകൊണ്ടേയിരിക്കും. അവരുടെ വ്യക്തിത്വം. കറിയാച്ചൻ 10 വർഷം മർത്തോമാ സഭയുടെ ഇന്ന പള്ളിയിൽ, അല്ലെങ്കിൽ CSI സഭയുടെ ഇന്ന പള്ളിയിൽ, അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭയുടെ ഇന്ന പെയ്ത്തോമിൽ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ഇന്ന പള്ളിയിൽ ആരാധിക്കാൻ പോയതുകൊണ്ട്
അവൻ ആത്മീയമായി വളർന്നു. അവൻ പഴയ ആളല്ല. ക്രിയാച്ചനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലിപ്പോൾ ഒരു സന്തോഷം തോന്നും. അതാണ് ലക്ഷ്യം. അതുപോലെ ഇതാ കറിയാച്ചൻ കടം കഴിച്ച് കിറുങ്ങി പഴയതിനേക്കാൾ മോശമായി ഇങ്ങനെ ഇരിക്കുന്നു. കറിയാച്ചനാണ്, എന്താണ്, വിശ്വാസിയാണ് എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്? അപ്പോൾ ഓരോ വ്യക്തിക്കും അവൻ്റെ വിശ്വാസത്തിലും വ്യക്തിത്വത്തിലും വളരുവാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക, നിലനിർത്തുക എന്നത് ആ സഭയുടെ ചുമതലയുള്ള ആളുടെ കടമയാണ്. അല്ലാതെ ഈ ബുദ്ധിസ്റ്റുകാർ ചെയ്യുന്ന പോലെ പ്രാർത്ഥന ഒരു ചക്രത്തിലിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നു. 50 തവണ കറക്കി 100 തവണ കറക്കിയാൽ അതിൻ്റെ ഗുണം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ബുദ്ധമതമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ. അവർ ഈ വീല് കറക്കുന്നതിന് പകരം നമ്മൾ ഞായറാഴ്ച ആരാധന എന്ന് പറയുന്ന വീല് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കറക്കം മാത്രമാണ്. ഇതെന്ത് ആരാധനയാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിൽ ആർക്കെങ്കിലും ആത്മീയവർദ്ധനയുണ്ടോ? വ്യക്തിത്വം വളരുന്നുണ്ടോ? ജീവിതത്തിൽ പ്രസക്തമായ എന്തെങ്കിലും നിങ്ങൾ പ്രാപിക്കുന്നുണ്ടോ? ഇതെല്ലാം ഒരു മിഥ്യയാണ്. ഇതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ സഭ ഞായറാഴ്ച മാത്രം തുറക്കുന്നൊരു നാടകശാലയാണെന്ന് ഞാൻ പണ്ട് പറഞ്ഞത്, 3 വർഷത്തിന് മുമ്പ് പറഞ്ഞത്. കാരണം നിങ്ങളൊരു തിയേറ്ററിൽ പോയി 10 വർഷം ഒരു നാടകം കണ്ടു, പല നാടകങ്ങൾ കണ്ടു. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും വളർച്ചയുണ്ടാകുമോ? അത് ആവശ്യമില്ല. അത് നൈമിഷികമായ ഒരു എൻ്റർടൈൻമെൻറ്റ്, അതാണ് നാടകം. അത് തന്നെയാണ് സഭ. നൈമിഷികമായ ഒരു നല്ല ഗുഡ് ഫീലിംഗ്. അവിടെ പോയി അച്ഛനെ കണ്ടു, അച്ഛൻ നല്ലതായിട്ട് ചൊല്ലി, വേറെ അവിടെ പാടി കസർത്തി, പിന്നെ അപ്പവും മീനും കിട്ടി, ഇത്രേ കിട്ടി. അച്ഛൻ പറഞ്ഞു, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ഹൃദയങ്ങളെ മനസ്സുകളെയും ക്രിസ്തുവേശുവിൽക്കാകട്ടെ. അതോടെ കാത്തു വീട്ടിൽ പോയി. ഈ പരിപാടിയാണ് നടത്തുന്നത്. ഇതുകൊണ്ട് ആർക്കെന്തുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാര്യം, നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ഹൃദയവേദന. യുവാക്കന്മാർ ഇപ്പോൾ സഭയെപ്പറ്റി തികച്ചും പ്രത്യാശയില്ലാത്തവരായി. സഭയെന്ന് പറയുമ്പോൾ നമുക്ക് രോഷമാണ്. ഞാനിത് കുറേ കണ്ടതാണ്. ഞാൻ യുവാക്കന്മാരുടെ ഇടയിലാണ് ആജീവനാന്തം സേവനം ചെയ്തത്. ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ അവരുമായി ഡിസ്കസ് ചെയ്യുമായിരുന്നു. തുറന്നതിനോട് പറഞ്ഞിട്ടുണ്ട്, സഭ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. അവിടെ ഇരുന്ന് എന്ത് കേൾക്കാനാണ്? എന്തെങ്കിലും ഒരു കാര്യം അവിടുന്ന് പ്രാപിക്കാനില്ല. പ്രത്യേകിച്ച് എല്ലാവരും പറയുന്നത് യുവാക്കന്മാർ, ആയിരക്കണക്കിന് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പ്രസംഗിക്കാനായിട്ട് പുൾപിറ്റ് കയറുമ്പോൾ അന്നേരം ഞങ്ങളുടെ മനസ്സടച്ച് കളയും. വി ക്ലോസ് അവർ മൈൻഡ്സ് ദ മൊമെൻറ്റ് ദ പ്രീച്ചർ ഗെറ്റ്സ് ഇൻ ടു ദ പുൾപിറ്റ് എന്നാണ് എത്രയോ പേരിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ പ്രയോജനമുള്ള റെലവൻസ് ഉള്ള ഒരു കാര്യവും ഈ പരിശുദ്ധ വായിൽ നിന്ന് വരികയില്ല. ഏതോ കാര്യങ്ങളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ബുദ്ധമതക്കാർ ചെയ്യുന്ന പോലെ ചാടിട്ട് കറക്കുന്നത് പോലെ അദ്ദേഹം വചനം വിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. കറക്കി നിൽക്കുകയാണ്. കറക്കുമ്പോൾ ഒന്നും ഉണ്ടാകുന്നുമില്ല. രസം. ഇത് ആരാധനയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ സഹിക്കുന്നത്? ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഈ സുഹൃത്ത് ദൂരെ നിന്നും എന്നെ കോൺടാക്ട് ചെയ്ത ഈ സുഹൃത്തിൻ്റെ അനുഭവം, അദ്ദേഹത്തിൻ്റെ അരിഷ്ടത മനസ്സിലാക്കാൻ ചുമതലയുള്ള ആരുമില്ല. മനസ്സിലാക്കണം. കാണാതെ പോയ ആടിൻ്റെ ഉപമ ഘോരഘോരം പ്രസംഗിക്കുന്ന അച്ഛന്മാരനേകമുണ്ട്. പക്ഷേ ഒരൊറ്റ വ്യക്തിയുടെ ജീവിതത്തിൽ പോലുമുള്ള പ്രത്യേകമായ ആവശ്യങ്ങളെ തിരിച്ചറിയാൻ കൂട്ടാക്കുന്ന ഒരൊറ്റ പട്ടക്കാരനോ മെത്രാനോ ഈ ലോകത്തിലില്ല. ഞാൻ കുറേ അനുഭവിച്ചതാണ്. 1994 3 മാസം ഞാൻ ശരീരം തളർന്ന് തല അനക്കാൻ വയ്യാതെ ഈ കൈ പരിപൂർണമായി ചലനശക്തി ഇല്ലാതെയായി, പാരലൈസ്ഡായി. ഞാൻ 24 മണിക്കൂർ ട്രാക്ഷനിൽ കിടന്നിട്ടുണ്ട്. ആ സമയത്ത് അന്ന് എല്ലാവർക്കും എന്നെ അറിയാമായിരുന്നു. ഞാൻ ഡൽഹിയിലായിരുന്നു. എല്ലാവർക്കും എന്നെ അറിയാമായിരുന്നു. ഞാൻ എല്ലാ സഭയിലും പോയി പ്രസംഗിക്കുമായിരുന്നു. വളരെ പോപ്പുലറായിട്ടുള്ള പ്രീച്ചറായിരുന്നു. പലരുടെയും ആരാധനാപാത്രമായിരുന്നു. ഇത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, സത്യമൊക്കെ പറയാണ്. എന്നാൽ ഞാൻ കിടപ്പിലായി കഴിഞ്ഞപ്പോൾ ഞാൻ മരിച്ചു പോയ പോലെ ഒരൊറ്റ ഒരുത്തൻ പോലും, അച്ഛനാട്ടെ, തിരുമേനിയാട്ടെ, അയ്മേനിയാട്ടെ, അല്ലാത്ത മേനിയാട്ടെ, ഒറ്റ ഒരുത്തൻ പോലും ഒന്ന് ഫോൺ വിളിച്ച് പോലും ചത്തോ ഇല്ലയോ എന്ന് ചോദിച്ചില്ല.
ഇത് പരാതി പറയുന്നതല്ല. കാരണം ഞാൻ പറയുന്നത്, നാം ഉൾപ്പെട്ടിരിക്കുന്ന, നാം നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ നാം നീട്ടിക്കൊണ്ടു പോകുന്ന ഈ ഒരു സഭാ സംവിധാനത്തിൽ ഒരു വ്യക്തിയുടെ അവസ്ഥയെ പരിഗണിക്കാനോ അവൻ്റെ ആവശ്യത്തിന് ഉതകുന്ന ആത്മീയമായ ശുശ്രൂഷ ആത്മാർത്ഥമായി, അതായത് പണക്കൊഴുപ്പില്ലാതെ, കൊതിയില്ലാതെ നിർവഹിക്കാനുള്ളൊരു സാധ്യതയില്ല. മെത്രാൻ പോകും പണച്ചാക്കുകളുടെ മക്കളുടെ കല്യാണത്തിനും ശോടക്കിനും, ബപ്തിസ്മ, അതിന് പോകും. അത് വ്യക്തികളോടുള്ള താല്പര്യമില്ല, പണക്കൊതിയാണത്. അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾ, ഇപ്പം ഒരു മന്ത്രിയുടെ മകൻ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ 5 മെത്രാന്മാരവിടെ കാണും. അതാ വ്യക്തിയോടുള്ള താല്പര്യമല്ല, അതാ സ്ഥാനത്തോടുള്ള വെള്ളം ഊറുകയാണ്. ഇത് നാം തിരിച്ചറിയുന്നില്ല. മനുഷ്യരെ കരുതുന്ന ഒരു സംസ്കാരം ഇന്ന് ക്രിസ്തീയ സഭയിലില്ല എന്ന നഗ്നസത്യം നാം തിരിച്ചറിയണം. എന്തുകൊണ്ട് തിരിച്ചറിയണം? ആരെയും കുറ്റം വിധിക്കാനല്ല, പിന്നെയോ നമ്മുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ വേണ്ട പോഷണം ഇവിടെ നിന്ന് മാത്രം നമുക്ക് പ്രാപിപ്പാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള പോഷണം ഫ്രീ ആയി, യാതൊരു ചെലവുമില്ലാതെ യേശുവിൽ നിന്ന് പ്രാപിപ്പാൻ നമുക്ക് സാധ്യമാണ്. അതുകൊണ്ട് നാം എല്ലാവരും യേശുവിലേക്ക് തിരിയുക. എനിക്ക് ഒറ്റ ദൂതേ പറയാനുള്ളൂ: ടേൺ ടു ജീസസ്, ടേൺ ടു ജീസസ്. അത് ദിനകരൻ പോലെയല്ല ജീസസ് കോൾസ്, അതല്ല ഞാനീ പറയുന്നത്. അവിടെ ഉടനെ ടവർ ഉണ്ടാക്കി കച്ചവടം തുടങ്ങും. വേണ്ട, ആരും ഇടനിലക്കാരായിട്ട് വേണ്ട. ബിക്കോസ് ഹി ഹാസ് പ്രോമിസ്ഡ് ടു അബൈഡ് വിത്ത് യു. ഇടനിലക്കാരുടെ ആവശ്യം എന്താണ് ഇവിടെ ഉള്ളത്? നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ മനസ്സിലാക്കാൻ ശ്രദ്ധിപ്പീൻ, യേശുവിൻ്റെ മാതൃക മനസ്സിലാക്കാൻ ശ്രമിപ്പീൻ, യേശു നമ്മോട് കൂടെയുണ്ട് എന്ന് വിശ്വസിപ്പീൻ. അവൻ അനന്യനാണ്, എപ്പോഴും അന്യനല്ല, അവൻ അനന്യനാണ്. അന്യൻ എന്ന് പറഞ്ഞാൽ അതർ, ഏലിയൻ. അനന്യൻ എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തവൻ. അവൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെയൊരു ദൈവത്തെ, അങ്ങനെയൊരു രക്ഷകനെ, അങ്ങനെയുള്ളൊരു യേശുവിനെ അറിയാനുള്ള ശ്രമമാണ് ഈ യൂട്യൂബ് ചാനൽ. ഇത് യൂട്യൂബ് ചാനലല്ല, ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. ചർച്ചല്ല, ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിൽ നാം പങ്കാളികളാണ്. പക്ഷേ ഇതിൻ്റെ വെളിച്ചം നമ്മളിൽ നിന്ന് വെളിയിലുള്ള ലോകത്തിലേക്ക് പ്രവഹിക്കുന്നില്ലെങ്കിൽ നാം സെൽഫ് സെൻറ്റേർഡാണ്. നമുക്ക് വേണ്ടി മാത്രം അനുഗ്രഹം, നമുക്ക് വേണ്ടി മാത്രം വെളിച്ചം. അത് പാടില്ല. അത് സഭയ്ക്ക് കൊള്ളാം, ഈ ഒരു പ്രസ്ഥാനത്തിന് കൊള്ളുകയില്ല. മറ്റുള്ളവരെ പറ്റിയുള്ള ചുമതല വഹിക്കുന്നവരാണ് ഈ യൂട്യൂബ് ചാനലിലെ, യേശു കേന്ദ്രീകൃതമായ ഈ യൂട്യൂബ് ചാനലിലെ യഥാർത്ഥ അംഗങ്ങൾ. അത് ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ യാതൊരു വ്യത്യാസവുമില്ല. ആരൊക്കെ ദൈവനാമത്തിൽ മറ്റുള്ളവരെ പറ്റി ചുമതലബോധം വെച്ചു പുലർത്തുകയും അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു, അവരെല്ലാം ദൈവമക്കളാണ്. ദൈവം അവരെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ പുതുവത്സരത്തിൽ പിറക്കാൻ പോകുന്ന പുതുവത്സരത്തിൽ ഞാനിപ്പോൾ ഡിസംബർ 18 ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ പല വീഡിയോസും റെക്കോർഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇത് എപ്പോഴാണിത് ഷെഡ്യൂൾ ചെയ്യണമെന്ന് ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഇനി മുൻപോട്ടുള്ള നാളുകളിൽ ഈ ഒരു പുതിയ ദർശനത്തോടുകൂടെ ജീവിക്കാൻ ഏവർക്കും ഇടയാകട്ടെ. നമ്മുടെ ഇടയിൽ ഒരു സമൂല പരിവർത്തനം വന്നേ മതിയാകും. യേശു അതാണ് ഉദ്ദേശിക്കുന്നത്. വ്യക്തി ജീവിതത്തിൽ രൂപാന്തരം, സമൂഹത്തിൽ രൂപാന്തരം, സഭയിൽ രൂപാന്തരം. നിക്കോദീമോസിനോട് അതാണ് പറഞ്ഞത്: നീ വീണ്ടും ജനിക്കണം, നിൻ്റെ സഭയും വീണ്ടും ജനിക്കണം. അപ്രകാരമുള്ള ഒരാത്മീയമായ വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് ക്രിസ്തീയ സമൂഹം ആകമാനം പ്രവേശിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ നടക്കുന്നതിനാലും ഞങ്ങളെ നടത്തുന്നതിനാലും സ്തുതിക്കുന്നു.
ഈ കൂട്ടായ്മയിൽ അവിടുന്ന് അതിൻ്റെ കേന്ദ്രമായി വർത്തിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ കാലത്തിൻ്റെ ആവശ്യം അങ്ങയുടെ ഹൃദയത്തിൽ പരിപാവനമായി സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അവിശ്വാസത്തെ അവിടുന്ന് പൊറുക്കണം, ഞങ്ങളുടെ പരിമിതികളെ നീക്കണം. ഞങ്ങൾക്ക് സജീവമായ ഒരു ഉത്തരവാദിത്വ ബോധം നൽകണം. എല്ലാറ്റിനും ഉപരിയായി അങ്ങയുടെ വ്യക്തിത്വം പോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം വളർന്നു വരുവാൻ സഹായിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങളിലുണ്ടാകണം. ഞങ്ങളിൽ നിന്ന് വെളിയിലേക്ക് ബഹിർഗമിക്കുന്ന ഒരാത്മീയ ധാരാളിത്വം ഞങ്ങളിൽ ഉണ്ടാക്കണം. കർത്താവേ, ഞങ്ങളുടെ സഭകൾ മാനസാന്തരപ്പെട്ട് ജീവൻ്റെ ഉറവിടത്തിലേക്ക് മടങ്ങി വരുന്ന നാൾ അവിടുന്ന് ത്വരിതപ്പെടുത്തണം. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ആത്മീയമായ ഞങ്ങളുടെ അനാസ്ഥ പൊറുക്കുകയും ചെയ്യണം. വളരുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ സംസ്ഥാനത്തെ അനുഗ്രഹിക്കണമേ. ഇവിടെ വസിക്കുന്ന പാവപ്പെട്ട ആളുകളെ അവിടുന്ന് സഹായിക്കണമേ. ജനത്തിനു വേണ്ടി കരുതുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ഞങ്ങളുടെ സംസ്ഥാനത്തും രാജ്യത്തും ഉണ്ടാകണമേ. അക്രമത്തിൽ വിശ്വസിക്കുകയും മനുഷ്യരെ ഭയം കൊണ്ട് കീഴടക്കുകയും ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളെയും അവിടുന്ന് തുടച്ചു നീക്കണമേ. നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകുവാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും. വിശ്വാസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ മല മാറിപ്പോകണമേ. ഈ മല മാറിപ്പോകട്ടെ. ഈ